ലോകം യുദ്ധത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. 2100 വരെ ഇരിക്കാനുള്ള ആരും ഇവിടെ വന്നിട്ടില്ല. എന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 2050-നും 2060-നും ഇടയ്ക്കാണ്. അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ 1.25 കൊല്ലം കൊണ്ട് യുദ്ധം ചെയ്ത് അവനും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അടിക്ക് വേണ്ടി. ഇന്ന് രാത്രിയിൽ അലക്സ പൊളിക്കുകയാണെങ്കിൽ അതിനു മുമ്പേ നമ്മുടെ കർത്താവിന്റെ വരവ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 2-3 വാക്യം വേഗത്തിൽ വായിക്കൂ. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 1 മുതൽ. സ്തോത്രം. ദൈവം പണ്ട് ഭാഗമായിട്ട് വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുകയാണ്. അന്ത്യകാലത്തിലെ കാര്യം പറയുന്നേ വായിക്കേ. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. കണ്ടോ, യേശുക്രിസ്തു സകലത്തിന്റെയും അവകാശിയാണ്. നമ്മളെല്ലാത്തിന്റെ അവകാശിയായിരുന്നു, നമ്മുടെ എല്ലാം പോയി. യേശുക്രിസ്തു സർവ്വത്തിന്റെയും അവകാശിയാണ്. വായിക്കാം. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും, അവൻ യേശുക്രിസ്തു ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്. യേശുക്രിസ്തുവിന്റെ ക്വാളിറ്റി ഇവിടെ കിട്ടിയോ? പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭ. ഇവിടെ ഹാലജൻ തെളിഞ്ഞു നിൽക്കുകയാണ്, കാണാമല്ലോ. നിങ്ങൾ എങ്ങനെ കാണുന്നേ? അതിന്റെ രശ്മി എൻ്റെ മേലിലേക്ക് പതിക്കുകയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ പതിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഹാലജൻ ഇവിടെ കിടക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇതുപോലെ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ് ക്രിസ്തു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലൂടെയാണ് പിതാവായ ദൈവത്തെ നമുക്കറിയാൻ പറ്റുക. ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും പിതാവിനെ കാണാൻ പറ്റുകയില്ല. ഞാൻ ഭാഗത്തേക്ക് വരാം. അപ്പൊ ദൈവത്തിന്റെ യേശുവിന്റെ ക്വാളിറ്റി മനസ്സിലായല്ലോ. തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, സകലത്തെയും തന്റെ ശക്തിയുള്ള കയ്യിൽ വഹിക്കുന്നവൻ. ദൈവത്തിന്റെ കപ്പാസിറ്റി മനസ്സിലായോ? എനിക്ക് ഒരു മൈക്ക് പോലും വഹിച്ചോണ്ട് നിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് എനിക്കൂടെ ഫാനും വച്ച് തന്നിട്ടുണ്ട്, വെള്ളവും വച്ച് തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു സാധനം കുറഞ്ഞാൽ സമയം കഴിയുമ്പോൾ ഞാൻ കുഴഞ്ഞു തുടങ്ങും. നമ്മുടെ ദൈവം സകലത്തെയും തന്റെ കയ്യിൽ വഹിക്കുന്നവൻ. ആ ദൈവത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ ദൈവത്തിന്റെ വലിപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ കഴിഞ്ഞ രാത്രി പ്രസംഗിച്ചുകൊണ്ട് നിന്നിടത്തുനിന്ന് ഇവിടേക്ക് വരാൻ എനിക്ക് 13 മണിക്കൂർ വേണ്ടി വന്നു. നമ്മുടെ ദൈവം ഒരേ സമയം എല്ലായിടത്തും നിലനിൽക്കുന്ന ദൈവമാണ്. 5-7 ഭൂഖണ്ഡങ്ങളിലും ഒരേ സമയം എവിടെ കിടന്ന് നിലവിളിക്കുന്നവന്റെ അടുക്കലേക്കും ഒരേ സമയം സന്നിഹിതനാകാൻ കഴിയുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ. അതാണ് നമ്മൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ആ ദൈവം എത്ര വലിയവനെന്ന് നിങ്ങൾ നോക്കൂ, അല്ലേ? ഇനി കേക്ക് വായിക്കേ. പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ആ കർത്താവ് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും. പാപത്തിന് പരിഹാരം വരുത്താൻ യേശപ്പനെ കഴിയൂ. യേശപ്പൻ അത് ചെയ്തു. അപ്പൊ കറക്റ്റ് നമുക്ക് ആ പാപത്തിന് പരിഹാരം വരണമെങ്കിൽ നമ്മൾ എവിടെ വരണം? യേശുവിന്റെ അടുക്ക വരണം. പക്ഷെ നമ്മളിങ്ങനെ വരുമ്പോ വഴിക്ക് വെച്ച് വേറെ യേശുവിനെ കാണും. എന്ന് പറഞ്ഞാൽ വലിയ ചെലവില്ലാത്ത യേശുവിനെ നമ്മൾ അതിന്റെ പുറകെ കളയും, അല്ലേ? പല യേശുവിന്റെയും പിറകെ പോയാൽ സ്നാനപ്പെടണ്ട. പല യേശുവിന്റെയും പിറകെ പോയാൽ ഉപവാസ പ്രാർത്ഥനയില്ല. പല യേശുവിന്റെയും പിറകെ പോയാൽ വേറെ തരക്കേടുകളൊന്നുമില്ല. സീസൺ അനുസരിച്ചുള്ള പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ പല യേശുവിന്റെയും പിറകെ പോയാൽ. എന്നാൽ വചനത്തിലെ യേശുവിന്റെ പിറകെ പോയാൽ ഇച്ചിരി വിഷമിക്കേണ്ടി വരും. നമ്മൾ കലങ്ങത്തക്ക അനുഭവങ്ങൾ, വേദനിക്കത്തക്ക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ലോകം നമ്മളെ ഒറ്റപ്പെടുത്തും. സ്വത്രം കർത്താവ് പറയാ, എന്നോട് ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളോട് അധികം ചെയ്യും. സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവത്തോട് ലോകം ഇത് ചെയ്തെങ്കിൽ നമ്മളോട് ഇതിന്റെ അപ്പുറം ചെയ്യുമെന്നാ പറഞ്ഞേ. അതുകൊണ്ട് കലങ്ങി പോകരുത്. കർത്താവ് പറഞ്ഞത്, ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരാം, അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തിക്കോളും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്തോ ദൂരെ ഇരുന്നോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചോണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോണം, അന്യഭാഷയിൽ കർത്താവിനെ നിങ്ങൾ സ്തുതിച്ചോണം, ദൈവകൃപയിൽ നിങ്ങൾ ബലപ്പെട്ടോണം. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നമുക്ക് ശക്തി കിട്ടില്ല. അതുകൊണ്ടാ കർത്താവ് ഈ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത്, നിങ്ങൾ ഇവിടെ ഇരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. ശക്തി ലഭിക്കാതെ ആരും ക്രിസ്ത്യാനിയാവരുത്, അല്ലേ? ചാടി കയറി നിങ്ങൾക്ക് മുട്ടുവേദനയ്ക്ക് പ്രാർത്ഥിച്ചു തരുന്നത് കൊണ്ട് ചർച്ചിൽ വന്നു കളയരുത്. അങ്ങനെ ആരും സഭയിൽ വരരുത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ചർച്ചയിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുപോക്കണം. കാരണം
വണ്ടി മാറിപ്പോയി. ഞാൻ പറയുന്ന ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? മുട്ടുവേദനയ്ക്കൊക്കെ പ്രാർത്ഥിക്കാം, അതവിടെ ഇരിക്കട്ടെ. തലവേദനയ്ക്കും പ്രാർത്ഥിക്കാം, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം, എനിക്ക് ദൈവമകനാവണം, എനിക്ക് ദൈവമകളാവണം, എനിക്ക് ലോകത്തെ ജയിക്കണം. ഞാനിവിടെ കുറച്ച് നാളേ ഉള്ളൂ, ഞാൻ അക്കരയ്ക്കുള്ളവനാണ്. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, എൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 2050-നും 2060-നും ഇടയ്ക്കാണ്. ഇതിനിടയ്ക്ക് പഞ്ചസാര കൂടാൻ പാടില്ല, ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തലേ തേങ്ങ വീഴാൻ പാടില്ല, അല്ലേ? യാത്രകൾ ചെയ്യുമ്പോൾ എവിടെ നിന്ന് വണ്ടി കുത്താൻ പാടില്ല, ഒരു അനിഷ്ട സംഭവം സംഭവിക്കാൻ പാടില്ല, ആരും തല്ലിക്കൊല്ലാൻ പാടില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും 2050-നും 60-നും ഇടയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടി വരും. 2100 വരെ ഇരിക്കാനുള്ള ആരും ഇവിടെ വന്നിട്ടില്ല, എല്ലാം പോകേണ്ടി വരും. പിന്നെ ഇവിടെ കിടന്ന് ചാടി തലവുതൽ എന്നിട്ട് എന്ത് ചെയ്യാനാ? പോകുമ്പോൾ ദൈവമക്കളായിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ. യോഹന്നാനോട് കർത്താവ് പറയുക, എഴുതടോ, ഇന്ന് മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. പിന്നെ മരണം ഉറപ്പാണെങ്കിൽ ഞാൻ എത്ര പിടിച്ചു നിന്നാലും, ഏത് കഷായം കുടിച്ചാലും, എന്തൊക്കെ മരുന്ന് കഴിച്ചാലും 2050-നും 60-നും ഇടയ്ക്ക് ഞാൻ മരിച്ചേ തീരൂ എങ്കിൽ, ഇവിടെ ഇരിക്കുന്ന അധികം പേരും അതിനു മുമ്പേ മരിച്ചേ തീരൂ എങ്കിൽ, ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേരെങ്കിലും 2100-നകത്ത് മരിച്ചു, എല്ലാവരും 2100-നകത്ത് മരിച്ചേ തീരൂ എങ്കിൽ ദൈവമക്കളാകാൻ ഈ രാത്രിയിൽ തീരുമാനിക്കണം. കുറച്ച് ഓണങ്ങൾ കൂടി ഉണ്ണുന്നതിൽ വലിയ കാര്യമില്ല, കുറെ ദുഃഖവെള്ളിയും ഈസ്റ്ററും കൂടി കഴിക്കുന്നതിൽ വലിയ കാര്യമില്ല. എപ്പം ഇവിടെ നിന്ന് പോകേണ്ടി വന്നാലും ചെന്ന് കയറാനുള്ളിടത്ത് മക്കളാകാനുള്ള അധികാരം ദൈവം തന്നിരിക്കുമ്പോൾ ആ അധികാരം നമ്മൾ പ്രാപിച്ചിരിക്കണം. നിങ്ങൾ കലങ്ങി പോകരുത്. ചിലർക്ക് പേടി, നമ്മളെ കുഴിച്ചിടാൻ ആരുമില്ല, ഞങ്ങൾക്ക് രക്ഷിക്കപ്പെടണമെന്ന് താല്പര്യമുണ്ട്, കുഴിച്ചിടാൻ ആരുമില്ല. ഞാൻ കുഴിച്ചിടാം. സ്വതന്ത്രം ഞാൻ അങ്ങനെ കുഴിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ കുഴിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ റെഡിയാണ്. സ്വതന്ത്രം ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു പ്രസംഗിച്ചിരണം, 2 പാട്ടും പാടണം, അതൊക്കെ ഞാൻ പാടിത്തരാം. സ്വതന്ത്രം മരിച്ചത് ഉറപ്പുണ്ടെങ്കിൽ കുഴിച്ചിടാൻ എന്തോ പ്രശ്നം ഇരിക്കുന്നു? ആൾക്കാർ പേടിപ്പിക്കുന്നത് കുഴിച്ചിടാൻ സ്ഥലമില്ലെന്നാ. ഈ അടുത്തിടയ്ക്ക് എൻ്റെ അടുത്ത് ഒരു ബോഡി കൊണ്ടിട്ട് അവരുടെ ചർച്ചക്കാർ പറഞ്ഞു 35,000 രൂപ കൊടുത്താലേ കുഴിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു കൊണ്ടുപോകാൻ, ഞാൻ കുഴിച്ചിട്ട് തരാം. സ്വതന്ത്രം എല്ലാം കൂടെ 7,000 രൂപ വണ്ടി പിടിച്ച് കൊണ്ടുവന്ന് കുഴിച്ചിടുന്നത് അടക്കം, പപ്സും ചായയും കൂടെ കൊടുത്തു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ആ ബോഡി തിരിച്ചിറങ്ങി വന്നൊന്നുമില്ല, മര്യാദയ്ക്ക് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ആരും നിങ്ങളെ പേടിപ്പിക്കേണ്ടിയൊന്നും വരരുത്. ഞങ്ങൾ ആര് കുഴിച്ചിട്ട് മരണത്തിന് ആര് വരും, കല്യാണത്തിന് ആര് വരും? നിങ്ങൾക്ക് വേറെ പണിയില്ലേ? രാവിലെ പത്രത്തിൽ നോക്കുക കല്യാണം ഇവിടെ ഉണ്ടെന്ന്, അങ്ങ് പോവുക, അവിടെ ആരും ചോദിക്കത്തൊന്നുമില്ലേ ഇപ്പം പണ്ടത്തെ പോലെ? സ്വതന്ത്രം അല്ലേ? കല്യാണത്തിന് പോകാൻ അത്ര ആവേശമാണെങ്കിൽ വേറെ പണിയില്ല. നിങ്ങൾ എന്തിനാ പേടി? നിങ്ങൾ ആരെ പേടിക്കുന്നത്? നിങ്ങൾ ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കരുത്, ദേഹിയെ നരകത്തിൽ തള്ളിയിടുവാൻ കഴിയുന്നവനെ ഭയപ്പെടണം. കർത്താവിനെ ഭയപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയും. കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായാലുണ്ടല്ലോ, ഈ ലോകം നമ്മളെ ഒന്നും ചെയ്യില്ലെന്നൊരു തിരിച്ചറിവ് നമ്മുടെ മേൽ വരും. ഈ ലോകം നമ്മൾ ഒന്നും ചെയ്യില്ല ദൈവമക്കളെ, ഇവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം വരുത്തിയ ശേഷം വായിക്കേ, ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ദൂതന്മാരെക്കാൾ മേളിൽ പോയി, നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഏതെങ്കിലും ദൂതന്മാരുടെ അടുത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ നീ എന്റെ പുത്രനാണെന്ന്? ഇല്ല. യേശുപ്പന്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. എപ്പോഴാ പറഞ്ഞേ? കുറെ പ്രാവശ്യം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി താഴെ ഇറങ്ങി വന്ന് യോഹന്നാൻ അപ്പോസ്തലൻ വെള്ളത്തിൽ നിൽക്കുക. യോഹന്നാന്റെ അപ്പോസ്തലന്റെ അടുക്കൽ വെള്ളത്തിൽ ഇറങ്ങി വന്ന് നിന്നിട്ട് പറഞ്ഞിടോ സ്നാനപ്പെടുത്ത്. അപ്പൊ പുള്ളി പറയാ, അയ്യോ അങ്ങനെ പറ്റില്ല, പ്രോട്ടോകോൾ അനുസരിച്ച് നീ എന്നെ സ്നാനപ്പെടുത്തണം, അല്ലേ? കർത്താവ് പറഞ്ഞു അങ്ങനല്ല, സർവ്വനീതിയും ഇങ്ങനെ നടപ്പിലാവണം. അപ്പൊ മൂപ്പര് തയ്യാറായി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇപ്പൊ 2 പേർ ഇറങ്ങി നിൽക്കുക, യോഹന്നാനും യേശുക്രിസ്തുവും. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്, മനുഷ്യനായി നിൽക്കുന്നയാള്. യോഹന്നാൻ സാക്ഷാൽ മനുഷ്യനാണ്. ഇവിടെ യേശുക്രിസ്തു യോഹന്നാനെ സ്നാനപ്പെടുത്തിയാൽ യോഹന്നാൻ ദൈവത്തോട് ചേരും. യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തിയാൽ യേശു യോഹന്നാനോട്, എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് ചേരും. ഇവിടെ വെള്ളത്തിൽ കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമായ ക്രിസ്തു മനുഷ്യനാവാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്, മനുഷ്യരോട് ചേരാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. സ്തോത്രം. അതാണ് കർത്താവ് പറഞ്ഞത്, ഇങ്ങനെ സർവ്വനീതിയും നടപ്പിലാവണം, അതുകൊണ്ട് എന്നെ സ്നാനപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞു. സ്തോത്രം. നിങ്ങൾ ഓർത്തു നോക്കിയേ, ഇവിടെ സാധാരണ മനുഷ്യൻ്റെ അടുത്ത് സ്നാനം പറയുമ്പോൾ അവൻ ഞഞ്ഞാ മുഞ്ഞാ പറയുക. സാക്ഷാൽ ദൈവം താഴെ ഇറങ്ങി വന്ന് വെള്ളത്തിൽ നിന്നിട്ട് പറയുക, ഇങ്ങനെ സർവ്വനീതി നടപ്പിലാകണം, മുക്കിക്കൊള്ളാൻ പറയുകയാണ്.
സ്തോത്രം. ഇവിടെ ഞാൻ ആരുടെ ഇപ്പം മുങ്ങാനൊന്നും പറയാറില്ല, ആലോചിച്ചിട്ടൊക്കെ ചെയ്താൽ മതി, ആലോചിച്ചിട്ട് മതി. എന്തിനാ നിർബന്ധം പിടിക്കുന്നത്? ഒരാൾ നിർബന്ധം പിടിച്ച് സ്വർഗത്തിൽ ആരെയും നമുക്ക് നിർബന്ധം പിടിച്ച് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. കാര്യം തിരിച്ചറിയുക, തിരിച്ചറിയാൻ പാകത്തിന് പ്രസംഗിച്ചു തരിക, അതാണ് നമ്മുടെ ജോലി. സ്തോത്രം. അത് പ്രസംഗിക്കും. സ്തോത്രം. അത് എനിക്ക് യൂട്യൂബിൽ പ്രസംഗിക്കാനാണ് ഇപ്പോൾ ഇഷ്ടം. കാരണം വീട്ടിനകത്ത് ചുമ്മാ ഇരുന്നങ്ങ് പ്രസംഗിക്കാം. ഇപ്പം ഇവിടെ വരാൻ വേണ്ടി ഇത്രയും യാത്ര ചെയ്യണം, ഇത്രയും റിസ്ക് എടുക്കണം, മറ്റേ ഇത്രയും റിസ്ക് ഒന്നുമില്ല. AC റൂമിനകത്ത് സുഖമായിട്ടിരുന്ന് പ്രസംഗിക്കാം. ലോകത്തിന്റെ എല്ലാ വൻകരയിലുള്ളവരും അത് കണ്ടോളും കേട്ടോളും ഗുണം പിടിച്ചോളും, കുഴപ്പമില്ല. ഇതൊരു അല്പ റിസ്ക്കാണ് ഈ സംസാരം. സ്വതന്ത്രം. എന്നാലും കുഴപ്പമില്ല, ദൈവം അയക്കുന്നതുകൊണ്ട് നമുക്കത് സംസാരിച്ചേ പറ്റത്തുള്ളൂ. നമുക്കത് സംസാരിക്കാം, നിങ്ങൾ ഭാരപ്പെടണ്ട. ലെറ്റ്സ് കം ബാക്ക്. സി, ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, അവൻ എല്ലാവർക്കു വേണ്ടിയും സ്തോത്രം പക്ഷപാതവുമായിട്ട് നിൽക്കുകയാണ്. സ്തോത്രം. ഇനി ഞാൻ യോഹന്നാൻ സുവിശേഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ഭ്രമിക്കുകയും അരുത്. വായിക്കേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു. സ്ഥലം ഉള്ളതുകൊണ്ടാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ കർത്താവ് പിന്നെ വരാന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഇപ്പൊ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷപാതവുമായിട്ടിരിക്കുകയാണ്. ഏത് സമയത്തും നമുക്ക് ഇവിടെ നിന്ന് അക്കരയ്ക്ക് പോകേണ്ടി വരും. ഇവിടെ പറയണ്ടോ, പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾ ടെൻഷൻ പിടിക്കണ്ട, ഞാൻ തയ്യാറാക്കിയിട്ട് പെട്ടെന്ന് വന്നോളാം. ഇങ്ങനെ പറഞ്ഞ വേറെ ആരാ ഇവിടെ ഉള്ളത്? ഇതാ നമ്മുടെ ധൈര്യം. എല്ലാവരും തള്ളിക്കളഞ്ഞാലും, എല്ലാവരും വസ്തുവക പിടിച്ചോണ്ട് പോയാലും, എല്ലാവരും നമുക്ക് ഒന്നും തരാതെ നമ്മളെ ഒറ്റപ്പെടുത്തിയാലും നമുക്ക് വേണ്ടി കർത്താവ് ഒന്ന് ഒരുക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഭാരപ്പെടേണ്ടതില്ല, ഭ്രമിക്കേണ്ടതില്ല, ടെൻഷൻ പിടിക്കേണ്ടതില്ല. എല്ലാവരും കൊണ്ടുവെക്കോട്ടെ, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. താഴോട്ട് വായിക്കേ. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു? കേൾക്കണേ, ഇനി 3 ശിഷ്യന്മാരുടെ ഇടപാട് ശ്രദ്ധിച്ചോണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കലങ്ങൊന്നും ചെയ്യരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞേച്ച് നിൽക്കുമ്പോ തോമസ് ചോദിക്കുക, കർത്താവേ, നീ എവിടേക്ക് പോവുക? ഈ എന്ത് കാര്യമായി പറയുന്നേ? വായിക്കേ. നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. കർത്താവിന്റെ ആ മെനകേട് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ശിഷ്യന്മാര് 3.5 കൊല്ലം കർത്താവിന്റെ പുറകെ നടന്നവന്മാരാ. ഇപ്പൊ കർത്താവ് പറയാ, ഞാന് പിന്നെ സ്വർഗത്തിലേക്ക് പോകാൻ പോവാണെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് ഇയാൾ ചോദിക്കുന്നുണ്ടോ, കർത്താവ് നീ എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നേ? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നീ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞ സ്ഥലം. നീ പോകാൻ പോകുന്നെന്ന് പറഞ്ഞാൽ മനസ്സിലായാലല്ലേ വഴി മനസ്സിലാവുള്ളൂ. കണ്ടോ എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കിയേ. 3.5 കൊല്ലം യേശുപ്പന്റെ കൂടെ നടന്നവന്റെ ചോദ്യം ഇതാ. അപ്പോഴാണ് 25 കൊല്ലം നമ്മുടെ കൂടെ നടന്നവൻ ഇത് ചോദിക്കുന്നത്. നമ്മൾ ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല, അല്ലേ? യേശുക്രിസ്തു കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾ കലങ്ങരുത്, ഞാൻ പോകാൻ പോവാണെന്ന് പറഞ്ഞപ്പോ തോമസ് ചോദിക്കുക, എവിടെ പോകുന്നതേ പറയുന്നത്? നീ എവിടെ പോകുന്നേ അറിയത്തില്ല, പിന്നല്ലേ വഴി. അപ്പൊ കർത്താവ് പറഞ്ഞ കേക്ക്, വായിക്കാം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. കണ്ടോ, ഇച്ചിരി ഡെപ്തുള്ള സാധനമാണ് അല്ലേ? നിങ്ങൾ ടെൻഷൻ പിടിച്ചിരിക്കണ്ട, ശ്രദ്ധിച്ചിരുന്നുണ്ടാ മതി. സ്തോത്രം. ഇവിടെ പറഞ്ഞോ, ഞാൻ തന്നെ വഴി. എബ്രായ ലേഖനം പൗലോസ് എഴുതുമ്പോൾ 10-ാം അധ്യായത്തിൽ പറയാ, ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല 2ആയി ചീന്തി. എന്തിനാ? ജീവനുള്ള പുതുവഴി ഒരുക്കാൻ വേണ്ടി. അതാ കർത്താവ് പറഞ്ഞ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. അപ്പൊ നമ്മൾ ഉറപ്പിച്ച് തിരിച്ചറിയണം, നമ്മൾ തിരഞ്ഞെടുത്ത ക്രിസ്തു ക്രിസ്തുവാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ആ ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വായ് കൊണ്ട് ഏറ്റുപറയാൻ നമുക്കാകുന്നില്ലെങ്കിൽ ആ വഴി നമുക്ക് പ്രാപിക്കാനാവില്ല. ആ വഴിയിലൂടെയുള്ള നിത്യജീവൻ നമുക്ക് പ്രാപിക്കാൻ കഴിയാതെ പോകും. സ്തോത്രം. ഇനി 2 കേട്ടോ, താഴോട്ട് വായിക്കാം. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. കണ്ടോ, അടുത്ത യേശു പറയാ, നിങ്ങൾ എന്നെ അറിഞ്ഞെങ്കിൽ പിതാവിനെ അറിയുമായിരുന്നു, കാരണം ഞങ്ങൾ ഒന്നാണ്. വായിക്കാം. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. വായിക്കാം. ഫിലിപ്പോസ് അവനോട്, അടുത്ത ആള് ചോദിക്കുക. കണ്ടോ, ആദ്യത്തെ ആള് ചോദിച്ചത് നീ എവിടെ പോകാൻ പോവുക, ഞങ്ങൾക്ക് മനസ്സിലായില്ല, പിന്നെ എങ്ങനെ നമുക്ക് വഴി അറിയും? 2ാമത്തെ ആള് ചോദിക്കുക, ഫിലിപ്പോസ് ചോദിക്കുക. വായിക്കേ. കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേറെ കാര്യമൊന്നും വേണ്ട, പിതാവിനൊന്ന് കാണിച്ചു തന്നാ കൊള്ളാം. നിങ്ങൾ ഓർക്കണം, 3.5 കൊല്ലം കർത്താവിന്റെ കൂടെ നടന്ന ആൾക്കാരാണ്.
ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഒരുത്തൻ ചോദിക്കാൻ ഞങ്ങൾക്ക് വഴി മനസ്സിലായില്ല. രണ്ടാമത്തവൻ പറയാണ്, നീ ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചെന്നെങ്കിൽ കൊള്ളായിരുന്നു. വായിക്കേ. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും, ഞാൻ ഇത്രയും കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എടാ ഫിലിപ്പോസ്, നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ദൈവമക്കളെ ശ്രദ്ധിക്കണേ. സ്തോത്രം. അതെല്ലാം സൗകര്യമാർ ചെയ്തോളൂ. നിങ്ങൾ അതിനെ നോക്കരുത്, എന്നെ ശ്രദ്ധിച്ചിരുന്നോളൂ. നമുക്ക് സമയത്തിനകത്ത് ഈ സാധനം നിങ്ങളുടെ ഉള്ളിൽ കടത്തുകയും വേണം. സ്തോത്രം. വളരെ ശ്രദ്ധിച്ചിരിക്കണം. അവിടെ പറഞ്ഞോ, ഫിലിപ്പോസ് പറഞ്ഞത്, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചെന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോഴത്തേക്ക് കർത്താവ് പറയുക, എടാ ഞാൻ ഇത്രയും കൊല്ലം നിങ്ങളുടെ ഇടയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് പിതാവിനെ കാണാൻ കഴിഞ്ഞില്ലേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇവർക്കിത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ പിതാവിൽ നിന്ന് അകന്നുപോയ ജനത്തെ തന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ, സ്തോത്രം, ത്രിത്വത്തിൽ ഒന്നാമനായ അല്ലെങ്കിൽ ത്രിത്വത്തിൽ രണ്ടാമനായ കർത്താവായ യേശുവിനെ ജഡത്തിൽ വെളിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ആ കർത്താവിന്റെ അടുത്ത് പറയുക, ഞങ്ങൾക്ക് ദൈവത്തെ കാണിച്ചു തരാൻ. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്കിത് മനസ്സിലായില്ലേ? ഞാൻ വന്നത് നമ്മളെ തമ്മിൽ ഒന്നാക്കാൻ വേണ്ടിയാണ്. നമ്മളെ തമ്മിൽ ദൈവത്തിൽ ഒന്നാക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാര്യം ഇതുവരെ മനസ്സിലായില്ലേ? സ്തോത്രം. എന്തൊരു ഗതിയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് അതിനകത്തുള്ള കാതൽ കാര്യം. അത് നമ്മൾ പലപ്പോഴും ജനത്തോട് പറയാൻ വിട്ടുപോവുകയാണ്. നമ്മൾ ജനത്തിന്റെ അടുത്ത് മുട്ടുവേദന, പനി, തലവേദന ഇതും പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ഇതൊന്നുമല്ല നമുക്ക് ആവശ്യം. മുട്ടുവേദനയും പനിയും തലവേദനയും ഒന്നുമല്ല നമുക്ക് ആവശ്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇവിടെ വന്ന് ചെയ്തെടുത്ത ആ മഹാദൗത്യത്തെ നമ്മൾ സ്വീകരിക്കണം. ദൈവമക്കളാക്കി മാറ്റാനാണ് വന്നതെങ്കിൽ ദൈവമക്കളായേ തീരൂ. ഈ ലോകത്തെ തള്ളിക്കളഞ്ഞേ തീരൂ. അക്കരെ നാട്ടിൽ നമ്മൾ പോയേ തീരൂ. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന വാസസ്ഥലത്തിൽ നമ്മൾ ചെന്നെത്തിയേ മതിയാകൂ. ചെകുത്താനെ പരാജയപ്പെടുത്താനുള്ള അഭിഷേകം നമ്മൾ പ്രാപിച്ചേ മതിയാകൂ. നമ്പർ 3, 22-ാം വാക്യത്തിലേക്ക് വരൂ. 22-ാം വാക്യത്തിലേക്ക് വേഗം ഇസ്കര്യോത്താവല്ലാത്ത യൂദ അവനോട്, യേശുവിനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത്? അപ്പൊ ഇവിടെ പറഞ്ഞോ, ഇസ്കര്യോത്താവല്ലാത്ത യൂദ കേൾക്കുകയാണ്, കർത്താവേ എന്ത് സംഭവിച്ചിട്ടാകുന്നു? സഹോദരിമാരെ എന്നെ കേട്ടോളൂ. എന്ത് സംഭവിച്ചിട്ടാകുന്നു എന്ത് ചെയ്യുന്നത്? വൈകേ, നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. വളരെ ശ്രദ്ധിച്ചിരിക്കണം ദൈവമക്കളെ. ഇവിടെ പറയണ്ടോ, നീ എന്ത് സംഭവിച്ചിട്ടാകുന്നു ലോകത്തിനല്ല ഞങ്ങൾക്ക് വെളിപ്പെടുത്തുക. കാരണം കർത്താവ് പറയാണ്, ഞാൻ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഇവിടെ വിട്ട് പോകാൻ പോവുക. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എന്നെ കാണത്തില്ല. നിങ്ങൾ എന്നെ കാണും, ലോകം കാണത്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഇറങ്ങി വരും. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ ശ്രദ്ധിക്കുക. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ ഇടയിൽ ഞാൻ ഇറങ്ങി വരും. നിങ്ങൾ എന്നെ കാണും, ലോകം എന്നെ കാണത്തില്ല. അപ്പോഴാണ് യൂദയ്ക്കൊരു ചോദ്യം. ഇസ്കര്യോത്താവല്ലാത്ത യൂദയാണ്, മറ്റേ യൂദയല്ല, വേറെ യൂദയുണ്ട്. മൂപ്പരുടെ ചോദ്യം, കർത്താവേ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്? എന്ന് പറഞ്ഞാൽ വേറെ ആരും കാണാതെ നമ്മൾ മാത്രം കാണാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എന്തിനാ നീ ചെയ്യുന്നേ? കണ്ടോ, വാസ്തവത്തിൽ ഇവർക്ക് ആർക്കും കഥ മനസ്സിലാകുന്നില്ല. എന്താ ചെയ്യാൻ യേശു വന്നതെന്ന് ഇവർക്ക് മനസ്സിലായില്ല. ഇവർ വിചാരിച്ച് കർത്താവ് ഇങ്ങനെ നിന്ന് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുകയും കുഷ്ഠരോഗിയെ സുഖാക്കുകയും മുടന്തനെ എഴുന്നേൽപ്പിക്കുകയും മരിച്ചവനെ ഉയർപ്പിക്കുകയും പച്ചവെള്ളം മീഞ്ഞാക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്ത് കർത്താവ് ഡെയിലി കൂടെ കാണുമെന്നാണ് ഇവർ വിചാരിച്ചേ. കഥ വേറെയാണെന്ന് ഇവർ മറന്നുപോയി. അതാ ഒരുത്തം വന്ന് ചോദിക്കുന്ന, ഈ വഴി എങ്ങോട്ടാ? കർത്താവൻ ഞാൻ തന്നെടാ വഴി. അടുത്തവൻ വന്നിട്ട് ചോദിക്കുക, കർത്താവേ പിതാവിനെ കണ്ടെങ്കിൽ കൊള്ളായിരുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിടോ. അടുത്തവൻ ചോദിക്കുക, നീ എന്താ കർത്താവേ നാട്ടുകാർക്കൊക്കെ മറിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നേ? അപ്പോഴാ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോവുക, ഞാൻ ഉയർത്തെഴുന്നേൽക്കാൻ പോവുക. പിന്നെ എൻ്റെ ദൈവമക്കൾക്ക് മാത്രമേ ഞാൻ എന്നെ വെളിപ്പെടുത്തത്തുള്ളൂ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ അടുക്ക മാത്രമേ ഞാൻ വെളിപ്പെടുത്തത്തുള്ളൂ. ഞാൻ അവന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അവരെ മാത്രമേ ഞാൻ ഭാഗ്യനാട്ടിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. മാന്യ ദൈവമക്കളെ, ഈ രാത്രിയിൽ അറിഞ്ഞിരിക്കണം, ആലയത്തിൽ പോയത് കൊണ്ടായില്ല, ദൈവമക്കളാകാനുള്ള കൃപ നമുക്കുണ്ടാകണം. അപ്പൊ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ വഴി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ സത്യദൈവം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവമക്കൾക്ക് വേണ്ടി വെളിപ്പെടുന്നവനാണ്. സ്തോത്രം. അത്യാവശ്യ ഭാഗങ്ങൾ ഞാൻ അങ്ങനെ സംസാരിച്ച് നിർത്തുകയാണ്. ഇനി 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം തന്നെ 17-ാം അധ്യായം. സാരമില്ലേ, ഉറങ്ങിയിരുന്നവരൊക്കെ ഒന്ന് ഉണർന്നില്ലേ? അല്ലേ ഉണർങ്ങിപ്പോയനെ. എല്ലാം ശരിയായി. വായിച്ചോളൂ.
ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. പിതാവിന്റെ അടുത്ത് പറയാ, പിതാവേ, ഇറ്റ്സ് ഓക്കെ, എവരിതിങ് ഈസ് ഓക്കെ. എന്റെ അടുത്ത് പറഞ്ഞ കാര്യമെല്ലാം ഞാൻ ചെയ്തു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. കേട്ടോണേ, വളരെ ശ്രദ്ധിച്ചിരിക്കേ. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. വായിച്ചോളൂ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന്. കണ്ടോ, യേശു നിത്യജീവനെ കൊടുക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ, നീ അവർക്ക് നൽകിയിട്ടുള്ള ജനം നിത്യമായി പിതാവുമായുള്ള ബന്ധം സ്ഥാപിക്കേണ്ടതിന്, ദൈവം മക്കളാക്കി മാറ്റേണ്ടതിന്. അതാണ് ആ പദപ്രയോഗത്തിന്റെ അർത്ഥം. അവർക്ക് നിത്യജീവനെ കൊടുക്കേണ്ടതിന്. നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. സകല ജഡത്തിന്മേലും അധികാരം. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തിൽ കർത്താവിന്റെ വചനം കേൾക്കുന്ന സകലരെയും ദൈവമക്കളാക്കാൻ നസറയനായ യേശുവിന് അധികാരമുണ്ട്. പക്ഷെ അത് സ്വീകരിക്കാൻ ജനം തയ്യാറാവണം. സ്വീകരിക്കാൻ തയ്യാറാകുന്ന സകലരും ഇരിക്കുന്നിടത്തേക്ക്, അവരുടെ അടുത്തേക്ക് ചെല്ലാൻ എൻ്റെ യേശുവിന് കഴിയും. അവർ കാരാഗ്രഹത്തിനകത്താണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് ചെല്ലാൻ, അവർ മോർച്ചറിക്കകത്താണെങ്കിൽ അവിടേക്ക് ചെല്ലാൻ, ICUവിനകത്തേക്കാണെങ്കിൽ അവിടേക്ക് ചെല്ലാൻ, മറ്റാർക്കും അടുക്കാൻ കഴിയാത്തൊരു പ്രയാസവും പ്രതിസന്ധിയും പിടിച്ചെടുത്താണ് അവരിയ്ക്കുന്നെങ്കിൽ അവിടേക്ക് ചെല്ലാൻ എൻ്റെ യേശുവിന് കഴിയും. കാരണം അവൻ മരണത്തെ ജയിച്ചവനാണ്. യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാൻ, സ്തോത്രം, ശേഷിയുള്ള എല്ലാവരെയും ദൈവമക്കളാക്കാൻ നമ്മുടെ യേശുവിന് കഴിയുമെങ്കിൽ അവൻ ഇന്നും മരിച്ചവനല്ല, അവൻ മരിച്ചവനായിരുന്നു. ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിലുണ്ട്. അവൻ എല്ലാവരെയും ദൈവമക്കളാക്കാൻ കഴിയും. ലോകത്തെ ദൈവത്തിൽ നിന്ന് ചെകുത്താൻ അകറ്റിക്കളഞ്ഞെങ്കിൽ അവന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ യേശു കർത്താവിന് കഴിയും. ഈ അരങ്കമുകൾ ദേശം മുഴുവൻ സകല ജനവും യേശുവിനെ തിരിച്ചറിയുവാൻ, സകലരും രക്ഷകനെ തിരിച്ചറിയുവാൻ, സകലരും ദൈവമക്കളായി മാറുവാൻ ജനം ഇവിടെ ഉപവസിക്കേണ്ടത് ആവശ്യം. ജനം ഇവിടെ പ്രവർത്തിക്കേണ്ടത് ആവശ്യം. ജനം ഈ ജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടത് ആവശ്യം. ഈ ജനത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കപ്പെടുവാൻ, ചെകുത്താൻ ഇരുളാക്കി വച്ചിരിക്കുന്ന ഈ ജനത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കപ്പെടുവാൻ ദൈവജനം ഉപവസിക്കുകയാണെങ്കിൽ, ദൈവജനം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം ഈ ദേശത്ത് അത്ഭുതം പ്രവർത്തിക്കും. ജനത്തിന്റെ കണ്ണുകളെ കർത്താവ് തുറക്കും. ചെകുത്താന്റെ ശക്തികളെ കർത്താവ് തകർക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്തിന് വേണ്ടി ജനം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾക്ക് മനോഹരമായ ഹോൾ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹീതനായ ദൈവദാസനെ ദൈവം നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. ദേശത്തെ ദിവസങ്ങളിൽ നിങ്ങൾ വചന പാരായണത്തിലൂടെ യേശുവിനെ ഉയർത്തിയെങ്കിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. സൈന്യങ്ങളുടെ ദൈവം ഈ ദേശത്ത് വെളിപ്പെടട്ടെ. ദേശത്തിൽ ഉയർന്നു നിൽക്കുന്ന അന്യാരാധനയുടെ ശക്തികൾ, പൈശാചിക വ്യാപാരങ്ങൾ വേരോടെ ദേശം വിട്ട് അഴിയട്ടെ. താങ്ക് യു ജീസസ്. ജനത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കണം. മദ്യപാനികളുടെ കണ്ണുകൾ പ്രകാശിക്കണം. ജനത്തെ കുരുടാക്കി വച്ചിരിക്കുന്ന ചെകുത്താന്റെ ശക്തികൾ ഈ ദേശം വിട്ട് അഴിയണം. ഫറവോന്യ ബന്ധനങ്ങൾ ദേശം വിട്ട് അഴിയാൻ ദൈവജനം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. സ്തോത്രം. അതാ കർത്താവോട് പറയുന്നത്, നീ എനിക്ക് തന്നിട്ടുള്ളവർ. വാക്കിന്റെ ഡെപ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. താഴോട്ട് വായിക്കേ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അറിയുന്നതാണ് നിത്യജീവനെങ്കിൽ അറിയിക്കാനാണ് ഇവിടെ ദൈവസഭയുള്ളത്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ വചനം വായിച്ച് കേൾപ്പിച്ചു, ദാറ്റ് ഇസ് ഫൈൻ. അതുകൊണ്ട് അവസാനിക്കരുത്, അതുകൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കരുത്, ഏതാണ്ട് വലിയ കാര്യം ചെയ്തതുപോലെ ഇരിക്കരുത്. ആ വചനം നിങ്ങളുടെ ജഡത്തിൽ വെളിപ്പെടുത്തി ഈ ദേശത്തിൽ ഇറങ്ങി നടക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ തുടങ്ങണം. നിങ്ങളോട് സംസാരിക്കുന്നവർ ക്രിസ്തുവിനോട് സംസാരിക്കുന്ന ഫീലിംഗ് അവർക്കുണ്ടാകണം. ഈ ദേശത്തിലെ ജനത്തിന് മനസ്സിലാകണം, ഇവിടെ ഒരു കൂട്ടമുള്ളത് ദൈവമക്കളാണെന്ന് അവർക്ക് തിരിച്ചറിയണം. അവർ ദൈവമക്കളായി മാറിയിരിക്കുന്ന ജനമാണെന്ന് തിരിച്ചറിയണം. അവർ ഈ ദേശത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല എന്നും, അവർ അക്കരയ്ക്ക് ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണെന്നും, അവരൊരു ഭാഗ്യനാട്ടിനെ പ്രത്യാശിച്ച് ജീവിക്കുന്നവരാണെന്നും ഈ ദേശത്തിലെ ജനം തിരിച്ചറിയട്ടെ. അവർ നിങ്ങളെ കണ്ട് കർത്താവിനെ കാണുവാൻ, കർത്താവിനെ കണ്ട് പിതാവിനെ കാണുവാൻ ദൈവം കൃപയൊരുക്കട്ടെ. സ്തോത്രം. ഇനി താഴോട്ട് നമുക്ക് ഒരുപാട് വാക്യം വായിക്കാൻ തൽക്കാലം ആവില്ല. 11-ാം വാക്യത്തിലേക്ക് വരൂ. 11-ാം വാക്യം.
ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല. ഇവരോ ലോകത്തിലിരിക്കുന്നു. കർത്താവ് പറയുക, കർത്താവ് ഇത് മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ്. കർത്താവ് ശിഷ്യന്മാരെ വിട്ട് പോകാൻ പോകുന്നതിന് മുമ്പ് കർത്താവ് പിതാവിനോട് പറയാ, പിതാവ് ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരാൻ പോവുക, ഞാൻ വന്ന പണി തീർക്കാൻ പോവുക, ഞാൻ ക്രൂശിലൂടെ കടക്കാൻ പോവുക, പാർട്ടി ഫിനിഷ് ചെയ്തിട്ട് ഐ ലൈക്ക് ടു കം ഇറ്റ് ബാക്ക്, ഞാൻ തിരിച്ചു വരാൻ പ്ലാൻ ചെയ്യുകയാണ്. അതാ ഇവിടെ പറഞ്ഞത്, ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് വരാൻ പോവുക. നമുക്ക് ഈ ബോധം വേണം കേട്ടോ, നമ്മൾ ഈ ലോകത്തിലിരിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ 2050 അല്ലെങ്കിൽ 60 ചത്തുപോകുന്നു, അത് ചുമ്മാ അങ്ങ് കൂട്ടി പറഞ്ഞതാ. നാളെ ആയാലും പോകാൻ തയ്യാറാണ്, ഇന്നാണെങ്കിലും പോകാൻ തയ്യാറാണ്, ഇവിടെ നിന്നിട്ട് വേണം മരിക്കണമെങ്കിലും തയ്യാറാണ്, കുഴപ്പമൊന്നുമില്ല. ആരുടെ അടുത്ത് യാത്ര ചോദിക്കാനൊന്നുമില്ല, വീട്ടിലൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് വന്നത്. തിരിച്ചു വന്നോളാന്ന് നിർബന്ധമൊന്നുമില്ല, ഇതൊന്നും വലിയ കാര്യമുള്ളതല്ല. എപ്പോ വേണോ പോകാൻ കരുതലോടെ തയ്യാറോടെ നമ്മൾ ഇരിക്കണം. സ്തോത്രം. ഞാൻ ലോകത്തിൽ നിന്ന് അങ്ങോട്ട് വരാൻ പോവുക. വായിക്കേ, പെട്ടെന്ന് വായിക്കേ. ഇവരോ ലോകത്തിലിരിക്കുന്നു. ഇവരോ ലോകത്തിലിരിക്കുന്നു. കണ്ടോ, ഇവര് ലോകത്തിലിരിക്കുക. ശിഷ്യന്മാര് വായിക്കേ. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് കേട്ടോണേ, നീ എനിക്ക് തരണേ. ലോകത്തിൽ ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് വരാൻ പോവുക. കർത്താവ്, ഇവർ ലോകത്തിലിരിക്കുക. കർത്താവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവര് ഒന്നാകണം എന്ന് പറഞ്ഞാൽ എന്നാലേ അങ്ങ് വരുള്ളൂ. ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ചാറ്റൽ മഴയുടെ നടുവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ക്രിസ്തുവിൽ ഒന്നായാലേ യാത്ര നടക്കുകയുള്ളൂ. ഒന്നാകാൻ കഴിയാതെ വണ്ണം പിശാച് ഏത് വലിയ കള നമ്മുടെ ഇടയിൽ വിതച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ വലിച്ചെറിയാൻ നമ്മൾ തയ്യാറാകണം. എന്ത് വലിയ സംഭവമാണെങ്കിലും ഇരിക്കട്ടെ, നാഥന് സംഭവിച്ചതൊന്നും നമുക്ക് സംഭവിച്ചിട്ടില്ല. ചെകുത്താൻ നിങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. എന്ത് പേരെന്നുള്ളത് രണ്ടാമത്തെ വിഷയം. എനിക്ക് സ്വർഗനാട്ടിൽ പോകണം. ചെകുത്താൻ എൻ്റെ ഉള്ളിൽ വിതച്ച ഒരു കളയും വളർത്താൻ ഞാൻ തയ്യാറല്ല. അതെന്ത് നഷ്ടം വന്നാലും ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഇന്ന് രാത്രിയിൽ ഒന്നാകാൻ, സ്വർഗയാത്രയ്ക്ക് തയ്യാറാകുന്ന ദൈവമക്കൾ ഒന്നാകാൻ തയ്യാറുള്ളവർ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തുള്ള പാപങ്ങളെ വലിച്ചെറിയാൻ തയ്യാറാവുക. നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മളെ പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ നടത്താൻ പോവുകയാണ്. ദൈവ സാന്നിധ്യത്തിന്റെ നിറവിലേക്ക് കർത്താവ് ഈ രാത്രിയിൽ നമ്മളെ നടത്തുവാൻ പോവുകയാണ്. സ്വത്രം ആ വാക്യം ഒന്നുകൂടെ വായിക്കൂഞ്ഞേ. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ട. അവർ നമ്മെ പോലെ ഒന്നാവണം. നമ്മൾ എങ്ങനെ ഒന്നായിരിക്കുന്നു അറിയാവോ? പിതാവിനെയും പുത്രനെയും രണ്ടാക്കാനും ഒന്നാക്കാനും ഇവിടെ നാട്ടുകാര് തിയോളജിക്കാര് കിടന്ന് ഊപ്പാട് വരികയാണ്. ഒന്നാണോ എന്ന് ചോദിച്ചാൽ യൗമാരിക്ക് പറയാൻ പറ്റാത്ത വിധം രണ്ടാണ്, രണ്ടാണോ എന്ന് വെച്ചാൽ യൗമാരിക്ക് പറയാൻ പറ്റാത്ത വിധം ഒന്നാണ്. ആകെ പ്രശ്നം അത്രയ്ക്ക് അവർ ഒന്നാണ്. മനസ്സിലായോ? 21, 22, 23 കൂടെ വായിച്ച് നമുക്ക് മതിയാക്കാം. 21, 22, 23. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ. കേട്ടോണേ ദൈവമക്കളെ, പുത്രനെ പിതാവ് അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് ഈ ഇരിക്കുന്ന എല്ലാവരും ഒന്നാവണം. അപ്പൊ പിശാച് ആണി അടിച്ചത് എവിടെ? അവിടെയാണ് ആണി അടിച്ചത്. 5 കുടുംബേ ഉള്ളൂ, തമ്മിൽ പിണക്കമാണ്. എന്താ കാര്യം? പിശാച് വെച്ച പണിയാണ്. മെനക്കെട്ട് നിങ്ങൾ ദൈവസഭയിൽ കയറിയെങ്കിൽ, നിങ്ങൾ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടെങ്കിൽ, നിങ്ങൾ വിശുദ്ധ ജീവിതത്തിന് ഇറങ്ങി തിരിച്ചെങ്കിൽ നിങ്ങൾ ഒന്നാകാൻ ശ്രമിച്ചേ പറ്റൂ. നമ്മൾ ഒന്നാകാതിരിക്കുന്നതാണ് ലോകത്തിന് യേശുവിനെ വെളിപ്പെടാൻ കഴിയാതിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി അപ്പാ ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നെന്ന് പറയണം. ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ചോദിക്കണം. ചെകുത്താൻ ഇന്ന് രാത്രി പരാജയപ്പെടുന്ന രാത്രിയായിരിക്കണം. സ്വത്രമ വചനത്തിന്റെ ആഴം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നുകൂടി കേട്ടോ, വായിക്കേ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ, ലോകം തിരിച്ചറിയാൻ, വിശ്വസിക്കാൻ അവർ എല്ലാവരും, ഈ ശിഷ്യന്മാരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. ഇവര് നമ്മിലാകണം. ആ പണി പോക്ക് നോക്കി. ആ വചനത്തിന്റെ ഡെപ്ത് നിങ്ങൾ കാണുന്നുണ്ടോ? എത്ര മനോഹരമായിട്ട് ആ വചനം സ്വത്രം എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കൂ. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്നത് പോലെ ഇവർ തമ്മിലും ഇവർ നമ്മിലും ആവണം. അവരെ ചേർക്കാനാ കർത്താവ് വരാൻ പോകുന്നത്. ലോകം യുദ്ധത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ലോക മഹായുദ്ധത്തിന് വേണ്ടി നിൽക്കേണ്ടുന്ന 2 പ്രധാനപ്പെട്ട കക്ഷികൾ, ഒരു സൈഡിൽ ഇസ്രായേലും മറു സൈഡിൽ റഷ്യയുമാണ്. റഷ്യ 3 കൊല്ലം കൊണ്ട് അവന്റെ ആയുധം മിനുക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഉക്രൈനുമായുള്ള യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ. മറുഭാഗം നിൽക്കേണ്ടത് ഇസ്രായേലാണ്. ഇസ്രായേൽ 1.25 കൊല്ലം കൊണ്ട് യുദ്ധം ചെയ്ത് അവനും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അടിക്ക് വേണ്ടി. അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം ചെയ്തിരിക്കുന്നു.
ഏത് സമയവും ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുണ്ട്. 2400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹെസ്കേൽ പ്രവാചകൻ പ്രവചിച്ചു വച്ച രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് പ്രവചിച്ചു വച്ച അതേ രാജ്യങ്ങൾ ഈ 2025 ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അവർ തയ്യാറായി, രണ്ട് ഭാഗത്തും തയ്യാറായി നിൽക്കുകയാണ്. ഏത് സമയത്തും യുദ്ധം ആരംഭിക്കും എന്ന ഗതിയിലാണ്. ഞാൻ ഒരുപാട് ഇടങ്ങളിൽ നാളുകൾ കൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. യുദ്ധത്തിന്റെ പെട്ടെന്നുണ്ടാകാൻ സാധ്യതയുള്ള കാരണം അലക്സ പൊളിക്കാനാകാനാണ് സാധ്യത. ഇന്നലെ രാവിലെ അലക്സയിൽ 180 പേര് പ്രവേശിച്ചിരിക്കുന്നു എന്ന് വാർത്തകൾ കാണുമ്പോൾ ആത്മീകൻ തലകളെ ഉയർത്തിക്കൊള്ളണം. ഇന്ന് രാത്രിയിൽ അലക്സ പൊളിക്കുകയാണെങ്കിൽ അതിനു മുമ്പേ നമ്മുടെ കർത്താവിന്റെ വരവ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ലോകം മുഴുവൻ മഹായുദ്ധത്തിലേക്ക് വഴുതിപ്പോകത്തക്ക നിലയിൽ ഒരു മഹായുദ്ധത്തിന് ലോകരാഷ്ട്രങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ പിണക്കങ്ങൾ മാറ്റി ഒന്നാകേണ്ടിയിരിക്കുന്നു. നമ്മൾ തമ്മിൽ ശുദ്ധീകരിക്കപ്പെട്ട് ഒന്നാകേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ തമ്മിൽ ഒന്നാകണം. നമ്മൾ ചേർന്ന് കർത്താവിൽ ഒന്നാകണം. ഈ ഒന്നായിരിക്കുന്നതിനെ ചേർക്കാൻ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മേഘത്തിൽ ഇറങ്ങി വരും. ഭക്തന്മാർ പറക്കുമ്പോൾ നമുക്ക് പറന്നേ പറ്റൂ. എന്ത് വില കൊടുത്തും പറഞ്ഞേ പറ്റൂ. ഇന്ന് രാത്രിയിൽ അതാകട്ടെ ഹൃദയത്തിന്റെ അകത്തെ ആവേശം. എനിക്ക് അക്കരെ പോയേ പറ്റൂ. എനിക്ക് മാത്രമല്ല, ഈ ദേശത്ത് കഴിയുന്നിടത്തോളം എല്ലാവരെയും കൊണ്ടുപോകണം. ഞാൻ ആരുടെത്തെങ്കിലും കൈപ്പായിരിക്കുന്നത് കാരണം മറ്റുള്ളവർക്ക് രക്ഷയിലേക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആ പാപം ഏറ്റുപറയാൻ തയ്യാറാണെന്ന്, ഞാനത് സെറ്റിൽ ചെയ്യാൻ തയ്യാറാണെന്ന് ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. അമ്മായിയമ്മയോടാണ് പിണങ്ങിയിരിക്കുന്നതെങ്കിൽ ഇന്നത് സെറ്റിൽ ചെയ്യാൻ തയ്യാറാവുക. മരുമകളോടാണ് പിണങ്ങിയിരിക്കുന്നതെങ്കിൽ ഇന്നത് സെറ്റിൽ ചെയ്യാൻ തയ്യാറാവുക. അയൽപക്കക്കാരനോടാണ് പിണങ്ങിയിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ സെറ്റിൽ ചെയ്യാൻ തയ്യാറാവുക. നിങ്ങളുടെ നഷ്ടം നിങ്ങൾ ഏറ്റുകൊള്ളാൻ തയ്യാറാവുക. നിങ്ങളുടെ നഷ്ടം നിങ്ങൾ ഏറ്റുകൊള്ളാൻ തയ്യാറാവുക. ഈ മുഴുവൻ ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം? എന്തിന് കാൽസെന്റ് വസ്തുവിന് വേണ്ടി ബഹളം വെക്കണം? എന്തിന് ഒരു മൂട് റബ്ബറിന് വേണ്ടി ബഹളം വെക്കണം? എന്തിന് നിസാര കാശിന് വേണ്ടി ബഹളം വെക്കണം? എല്ലാം വലിച്ചെറിഞ്ഞ് കളയുവാൻ തയ്യാറാവുക. പൗലോസ് ഓർപ്പിക്കുന്നു, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഛേദമെന്നെണ്ണുന്നു. ഇന്ന് രാത്രി ആ പരിജ്ഞാനം ഈ ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിലെ ജനം ഈ രാത്രിയിൽ വിടുതലിലേക്ക് നടക്കുന്നതിനായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അന്യാരാധകളിൽ ഇരിക്കുന്ന ജനം യേശുവിനെ രാത്രി കാണുന്നതിനായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിൽ ബൈബിൾ പാരായണം നടത്തിയ ദൈവസഭയും അതിനോട് ചേർന്ന് ഇവിടെ വന്നിരിക്കുന്ന സകല ദൈവജനവും വചനമനുസരിച്ച് ഒന്നാകാൻ പോകുന്ന ഈ നിമിഷം ഇസ്രായേൽ മക്കൾ പെസക കുഞ്ഞാടിനെ അറുത്തുകൊണ്ട് ജനം യാത്രയ്ക്ക് വേണ്ടി ഒന്നായതുപോലെ ഇന്ന് രാത്രിയിൽ ജനം ഒന്നാവുകയാണെങ്കിൽ ഫറവോനെയും സൈന്യത്തെയും അവന്റെ രഥചക്രങ്ങളെ ഓട്ടത്തെ താറുമാറാക്കി അവന്റെ രഥങ്ങളെ കർത്താവ് സ്തോത്രം വെള്ളത്തിൽ മുക്കുന്ന ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ എത്തുകയാണ്. ഫറവോന്റെ കൂട്ടത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാൻ, അന്ധകാരത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാൻ നമ്മുടെ ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. താങ്ക് യു ജീസസ്. ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നാളുകൾ കൊണ്ട് ഉപവസിക്കുന്ന ദൈവസഭയുടെ ആവശ്യങ്ങൾ ഈ ദിവസത്തിൽ ദൈവം വെളിപ്പെടുത്തി തരുവാൻ പോവുകയാണ്. ഈ ദേശത്തിലൊരു വിടുതലാണ്, ഈ ദേശത്തിലൊരു മാനസാന്തരമാണ് നിങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ സ്തോത്രം. പിടിക്കപ്പെട്ട് കിടക്കുന്ന ജനത ഈ ദിവസങ്ങളിൽ ബന്ധനങ്ങൾ വിട്ട് പുറത്തു വരുന്ന ദിവസമാണ്. ജനത്തിന്റെ ഇടയിൽ ഐക്യതയുടെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ സ്തോത്രം, യെരിഖോ മതിൽ വീണതുപോലെ ദേശത്തിലെ അന്ധകാര വ്യാപാരങ്ങൾ വീഴുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തറവാ നിങ്ങളോട് ദൂതറിയിക്കുന്നു. താങ്ക് യു ജീസസ്. ദൈവസന്നിധിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. താഴോട്ട് വായിച്ചോളൂ, പെട്ടെന്ന് വായിച്ചോളൂ. 2 വാക്യം കൂടി. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. എത്ര മനോഹരം! നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ മഹത്വം നമ്മുടെ പുത്രൻ, കർത്താവായ പിതാവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമുക്ക് തിരികെ തരികയാണ്. എത്ര മനോഹരമെന്ന് നോക്ക്, എത്ര മനോഹരമെന്ന് നോക്കത്. സ്തോത്രം. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുകയാണ്. ഞാൻ ഈ വാക്യത്തിലേക്ക് പിന്നീട് വരാം. ഒരല്പം കൂടി ഞാൻ എബ്രായ ലേഖനത്തിലേക്ക് എടുത്തു വരട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 12 വാക്യം വേഗത്തിൽ വായിക്കൂ. സ്തോത്രം. ഈ മഹത്വത്തോട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ സംസാരിക്കാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. വായിച്ചോളൂ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ ഒരു ഭാവി ലോകം? ഏതാ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലം? ആ ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എത്ര മനോഹരം! നമ്മുടെ പുത്രനായ ക്രിസ്തു ദൂതന്മാർക്കല്ല ഭാവി ലോകം ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? ആ ഭാവി ലോകം ഒരുക്കിയിരിക്കുന്ന ദൂതന്മാർക്കല്ല,
പിന്നെ വായിക്കേ. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? സങ്കീർത്തനക്കാരൻ ചോദിക്കുക, അയ്യോ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? വായിക്കേ. മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന്, മനുഷ്യപുത്രനെ നീ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? ഞാൻ നിസാരനല്ലേ? രാജാവ് ചോദിക്കുന്ന വരികളാ. നമ്മുടെ വിചാരം നമ്മൾ ഏതാണ്ട് വലിയ സംഭവം എന്നാ, നമ്മളൊരു പിണ്ണാക്കുമല്ല. രാജാവ് ചോദിക്കുകയാണ് പഴയ നിയമത്തിൽ, മനുഷ്യപുത്രനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? നീ ഞങ്ങളെ ഓർക്കാൻ ഞങ്ങൾ എന്തുമാത്രം, ഞങ്ങൾ നിസാരനല്ലേ കർത്താവ് എന്ന് രാജാവ് ചോദിക്കുക. നമുക്ക് രാജാവിനേക്കാളും എന്താ പറയാ അഹങ്കാരമാ. വായിക്കും, പെട്ടെന്ന് വായിക്കും. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഓർക്കണേ, മുകളിൽ ദൈവം, തൊട്ട് താഴെ ദൂതന്മാർ, അതിന്റെ താഴെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയിരിക്കുക. അതാ ചോദിക്കുന്നത്, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഇതൊക്കെ നമുക്കുണ്ടായിരുന്നു. തേജസ്സും ഉണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നു, എല്ലാം കയ്യിൽ നിന്ന് പോയി. അത് തിരിച്ചു തരാൻ പുത്രൻ വന്നിരിക്കുക. പുത്രൻ പറഞ്ഞോ, പിതാവേ നീ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോവുക. സ്വത്രം. ഇത്ര മഹത്വം തരാൻ കഴിയുന്ന മറ്റേത് ദൈവ നാട്ടിലുള്ളേ? അതാ പത്രോസ് ഉപദേശി നെഞ്ചത്ത് കൈവച്ച് വിളിച്ച് പറഞ്ഞിട, മറ്റൊരുത്തല്ലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ടൊരു നാമമില്ല. അങ്ങനാണെങ്കിൽ അത്തരത്തിലൊരു നാമത്തിന് വിരോധമായി ദേശത്തിൽ ഏതു നാമം ഉയർന്നു നിന്നാലും അതിൻ്റെ മുകളിൽ നമ്മുടെ കർത്താവിൻ്റെ നാമം ഉയരുന്ന രാത്രികളാണ് ഈ രാത്രികൾ. ദൈവദാസന്മാരെ ദൈവം ഈ ദേശത്ത് ശക്തമായി ഉപയോഗിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ദൈവജനം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനും ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുവാനും ഈ ദിവസങ്ങളിൽ തയ്യാറായാൽ ഈ ദേശത്തിൽ കർത്താവിന് വലുത് ചിലത് ചെയ്യുവാനുണ്ട്. സ്വത്രം. ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയില്ലെന്ന് കരുതി പിശാച് മുഴുവൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ചിലത് അതിനെ ചങ്ങലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ദൈവജനം മുട്ടുകളെ മടക്കുക, പാപങ്ങളെ വലിച്ചെറിയാൻ തയ്യാറാവുക. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ, യഹോവ വലിയവ ചെയ്യാൻ പോകുന്നു. വായിക്ക്, വേഗത്തിൽ വായിക്ക്. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കി. സകലതും മനുഷ്യന്റെ കാൽ കീഴാക്കി എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. വായിക്ക്. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. പണ്ടത്തെ കാര്യം പറഞ്ഞ ഏതനിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ച് സകലവും അവന്റെ കാൽ കീഴാക്കി കൊടുത്തു. ഏറ്റവും മുകളിൽ ദൈവം, തൊട്ട് താഴെ ദൂതന്മാർ, അതിന്റെ താഴെ മനുഷ്യൻ, അതിന്റെ താഴെ സകലവും, അതിന്റെ താഴെ ചെകുത്താൻ. ഇതായിരുന്നു ഓർഡർ. സകലവും അവന്റെ കാൽ കീഴാക്കി എന്ന് പറയുന്നതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. വായിക്ക്. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. സകലം പോലും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ആ ഒരു കണ്ടീഷനിലാണ് ക്രിസ്തു വരുന്നത്. താഴോട്ട് വായിക്കേ. അതാണ് എങ്കിലും എന്ന് പറഞ്ഞാൽ ഈ ജനത്തിന്റെ കയ്യിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ജനത്തിന്റെ കയ്യിൽ നിന്ന് മഹത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ജനത്തിന്റെ കയ്യിൽ നിന്ന് തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. നഷ്ടപ്പെട്ടക്കാൻ പോയി എങ്കിലും ദൈവകൃപയാൽ ഈ കൃപയാണ് ഈ ദേശത്തിൽ വ്യാപരിക്കേണ്ടത്. ഈ കൃപയാണ് ഈ ദേശത്തിൽ ഈ ദിവസങ്ങളിൽ വിടുതലയക്കേണ്ടത്. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ ശബ്ദപരിധിയിൽ കേട്ടോണ്ടിരിക്കുന്ന സകലർക്കും വേണ്ടി. അവർ ഹിന്ദു ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, നിരീശ്വരവാദി ആയിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, രാജാവായിക്കോട്ടെ, പ്രജ ആയിക്കോട്ടെ, ആരായാലും എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ യേശു മരണം ആസ്വദിച്ചെന്ന്. ഇത്ര നല്ല ദൈവം നാട്ടിൽ എവിടെ ഉള്ളൂ? എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചവൻ. എന്തിന്? നമുക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ് മടക്കി തരാൻ. ആ കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കാം? പിതാവേ, അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുക്കാൻ പോവുക. ചെകുത്താൻ നമ്മുടെ മഹത്വം പിടിച്ചോണ്ട് പോയിട്ട് നമ്മളെ അടിമകളാക്കി കാരാഗ്രഹത്തിൽ അടച്ചെങ്കിൽ നസറയനായ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപത്തിന്റെ പിഴയടച്ച് എന്നെയും നിങ്ങളെയും സ്വതന്ത്രരാക്കി തേജസ്സും മഹത്വവും നമ്മളെ അണിയിച്ചിരിക്കുന്നെന്നാ വചനം പറയുന്നേ. സ്തോത്രം. ഒരു അരവാക്യം കൂടെ വായിച്ചോ. ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ നമ്മുടെ യേശപ്പൻ ദൂതന്മാരെക്കാൾ താഴെ വന്നു. കണ്ട, ദൂതന്മാരെക്കാൾ മുകളിലായിരുന്നവൻ, ദൂതന്മാരെക്കാൾ താഴ്ത്തി സൃഷ്ടിച്ചിരുന്ന മനുഷ്യൻ സൃഷ്ടിയേക്കാൾ താഴെ പോയി, ചെകുത്താനേക്കാൾ താഴെ പോയി. അവനെ വീണ്ടെടുക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ താഴെ വന്നു. അല്ലേ? തേടി വന്നു ദോഷിയാമെന്നെയും നാഥ,
തേടി വന്നു. ദോഷിയാമെന്നെയും എന്നെയും നാഥ ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി. മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല. മൊത്തം പാടണമെന്ന് ആവേശമുണ്ട്, പക്ഷെ പറ്റുകയല്ല, സമയമില്ല അല്ലേ. എന്നെ തേടി വന്നു. ഇത്രമാം സ്നേഹം അല്ലേ, ഇത്ര സ്നേഹം. ആ പൗലോസ് എഴുതുമ്പോൾ പറഞ്ഞു, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകരുത്. ഇത്ര വലിയ രക്ഷ ഇന്ന് രാത്രിയിൽ അരങ്ങുമുങ്ങൽ ദേശത്തിലേക്ക് കർത്താവ് വെച്ച് നീട്ടുന്ന ഇത്ര വലിയ രക്ഷ. നിങ്ങളുടെ തേജസ് നഷ്ടപ്പെട്ടെങ്കിലും, നിങ്ങളുടെ മഹത്വം നഷ്ടപ്പെട്ടെങ്കിലും, എങ്കിലും ദൈവകൃപയാൽ ദൂതന്മാരെക്കാൾ താഴെ വന്ന് മരണം ആസ്വദിച്ച് നമുക്കത് തിരിച്ചു തരാൻ കർത്താവ് വന്നിരിക്കുകയാണ്. താഴോട്ട് വായിക്കൊരു വാക്യം കൂടി. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായ, സകലത്തിന്റെയും ലാക്കും സകലത്തിന്റെയും കാരണഭൂതനുമായ കർത്താവായ യേശുക്രിസ്തു അനേകം പുത്രന്മാരെ, സകല പുത്രന്മാരെയും തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനായ യേശുക്രിസ്തുവിനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കേണ്ടത് യുക്തമായിരുന്നു. എന്തിനാ ഈ ദുഃഖവെള്ളി? സകല മനുഷ്യനെയും ദൈവമക്കൾ എന്ന പദവിയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ക്രിസ്തു കഷ്ടങ്ങളാൽ തികഞ്ഞവനാകേണ്ടത് യുക്തമായിരുന്നു. കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി കഷ്ടത അനുഭവിച്ചു. ഇനി നമ്മൾ ഈ കഷ്ടതയുടെ പുറകെ ജീവിക്കേണ്ടവരല്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ അകത്ത് പ്രത്യാശ കത്തണം. ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിൽ പ്രത്യാശ വർദ്ധിക്കണം. പിതാവേ, നമ്മളൊന്നായിരിക്കുന്നത് പോലെ ഇവർ തമ്മിലൊന്നാകാനും നമ്മളിലൊന്നാകാനും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന മഹത്വം ഞാൻ ഈ ജനത്തിന് കൊടുക്കുകയാണ്. ഏതെനിലൊന്നാമത്താദം സ്തോത്രം തട്ടിമറിച്ച് കളഞ്ഞ തേജസ്സിനെ നമ്മുടെ തലയിൽ തിരിച്ച് ഏൽപ്പിച്ച് തരുവാൻ, നമ്മുടെ ശിരസിൽ അതിനെ തിരിച്ച് വെച്ച് തരുവാൻ കർത്താവായ യേശു സ്വർഗത്തിലെ മഹത്വം വിട്ട് താഴേക്ക് വന്നിരിക്കുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം ഇന്ന് രാത്രി പ്രാപിക്കുവാൻ നമുക്ക് തയ്യാറാകാവോ? ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി ഏൽപ്പിക്കുവാൻ നമുക്ക് തയ്യാറാകാവോ? ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാകാവോ? സ്തോത്രം. തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് സ്തോത്രം പറഞ്ഞു വെച്ചിരിക്കുന്നത്, നിങ്ങൾ ദൈവ സന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിപ്പീൻ, മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണുവീൻ. ഒറ്റ വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. നിങ്ങളോ കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ദൈവമക്കളോടാണ് ഇന്ന് രാത്രിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് നിങ്ങൾക്കാണ് ഇന്ന് ചുമതലയുള്ളത്. നിങ്ങൾ ഇന്ന് രാത്രി തലകളെ ഉയർത്തുവാൻ തയ്യാറായാൽ ഈ ദേശത്തിൽ ദൈവത്തിന് ചിലത് ചെയ്തെടുക്കുവാൻ കഴിയും. അന്നൊരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ പെസഹ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയ സകല വീട്ടിലും ആദ്യജാതൻ കൊല്ലപ്പെടുന്നതിന് പകരം എല്ലാവരും വീണ്ടെടുപ്പ് പ്രാപിച്ചു എങ്കിൽ ഇന്ന് രാത്രി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ദൈവം ചിലരെ കാണുകയാണ്. നമ്മുടെ പിതാക്കന്മാർ തുടങ്ങി വെച്ചതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അത് കെട്ടുപോയി എങ്കിൽ ഇത് റീസ്റ്റാർട്ടിന്റെ പകൽക്കാലമാകട്ടെ, ഇത് റീസ്റ്റാർട്ടിന്റെ രാത്രിയായി മാറട്ടെ. കർത്താവെ, എൻ്റെ കുറവാണെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് അത് മാറ്റിത്തരണമെന്ന് പറയണം. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. വായിക്കേ, മനസ്സലിയാൻ തയ്യാറാവുക. നിങ്ങൾക്ക് ചിലപ്പോൾ കുഴപ്പങ്ങൾ കാണും, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും. ഇന്ന് അലിയാൻ തയ്യാറാവൂ. നിങ്ങളുടെ കോഴി ആരെങ്കിലും പിടിച്ച് കറി വെച്ച് കാണും, ക്ഷമിക്കാൻ ഇന്ന് രാത്രി തയ്യാറാവൂ. സ്തോത്രം. നഷ്ടം ഏറ്റുകൊള്ളാനാണ് വചനം പറഞ്ഞത്. ഇന്ന് രാത്രിയിൽ നഷ്ടം ഏറ്റുകൊള്ളാൻ തയ്യാറുള്ളവരുടെ മേൽ കർത്താവ് ഒരു വലിയ ദൈവ സാന്നിധ്യം അയക്കാൻ പോവുകയാണ്. സർവ്വലോകവും നഷ്ടമായാലും വേണ്ടില്ല, എനിക്ക് അക്കരെ നാട്ടിൽ പോകണം. ഇന്ന് രാത്രി കല്ലായുള്ള ചില ഹൃദയങ്ങൾക്കകത്ത് മനസ്സലിവ് ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഇറങ്ങട്ടെ. അത് ഈ ദേശത്തിൻ്റെ വിടുതലിന് കാരണമാകും. സ്വർഗത്തിലെ കർത്താവ് നമ്മളോട് മനസ്സലിവ് കാണിച്ചെങ്കിൽ ആ മനസ്സലിവ് നമ്മളിലേക്ക് പകരുമ്പോൾ നമ്മളിൽ നിന്ന് മനസ്സലിവിൻ്റെ നദി ഒഴുകണം. മനസ്സലിവിൻ്റെ നദി ഒഴുകണം. ഇന്ന് രാത്രി ചില ക്ഷമയുടെ ആത്മാക്കൾ ഇതിനകത്ത് വ്യാപരിക്കാൻ പോവുകയാണ്. മനസ്സലിവ്
ദയ, ദയ, താഴ്മ, താഴ്മ, സൗമ്യത, സൗമ്യത, ദീർഘക്ഷമ, ദീർഘക്ഷമ. എല്ലാം ക്ഷമിക്കുന്നു. സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു. നമുക്ക് വേണ്ടി ക്രിസ്തു സഹിച്ചു എങ്കിൽ കർത്താവ് പറയുന്നത്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ കയ്യിൽ നിന്ന് സൗജന്യമായിട്ട് വാങ്ങിച്ചു കുടിക്കട്ടെ. കുടിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകുമെങ്കിൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ ക്ഷമയുടെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ അകത്തുനിന്ന് ക്ഷമയുടെ നദി ഒഴുകണം. ആരോടും ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇന്ന് രാത്രി നിങ്ങൾക്കുണ്ടാകരുത്. പിശാചിന്ന് നിങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടുന്ന രാത്രിയാണ്. കയ്പ് കൊണ്ട് നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, മറ്റുള്ളവരോടുള്ള വേദന കൊണ്ട്, മറ്റുള്ളവരുടെ വെറുപ്പ് കൊണ്ട്, പക കൊണ്ട് കുടുംബജീവിതം പോലും നയിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു വലിയ ദൈവ സാന്നിധ്യം നിൻ്റെ വീടിനകത്തേക്ക് ഇറങ്ങി വരികയാണ്. ക്ഷമിക്കാൻ മാത്രം തയ്യാറായാൽ മതി, ക്ഷമിക്കാൻ മാത്രം തയ്യാറായാൽ മതി. ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് ഇതിനകത്തേക്ക് ഇറങ്ങി വരികയാണ്. ഈ ഗ്രൗണ്ടിലേക്ക് ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ദീർഘക്ഷമയും ഭരിച്ചുകൊണ്ട് ഇന്ന് രാത്രി അതിനുവേണ്ടി നമുക്ക് തയ്യാറാകാം. നമ്മുടെ കർത്താവിനെ സ്വീകരിപ്പാൻ പ്രിയന്മാർക്ക് ദീർഘക്ഷമ ധരിക്കാൻ തയ്യാറാകാം, ദയ ധരിക്കാൻ തയ്യാറാകാം, കൃപ ധരിക്കാൻ തയ്യാറാകാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടാം. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ നടുവിൽ അയച്ചതിനായി നന്ദി എന്ന് പറയാം. ഒരു നിമിഷം കരയണമെന്നുള്ളവർക്ക് കരയാം, ദൈവസന്നിധിയിൽ ഏറ്റു പറയണമെന്നുള്ളവർക്ക് ഏറ്റു പറയാം. ചില നിമിഷങ്ങൾ കൂടി ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ദൈവദാസന്മാർ അതിനുവേണ്ടി നിങ്ങൾ നിയോഗിക്കും. ചില നിമിഷങ്ങളോടി കരയാൻ തയ്യാറാകണം. എല്ലാ കണ്ണുകൾ ദൈവസന്നിധിയിൽ മൂടണം. മറ്റാരും ക്ഷമിക്കുന്നില്ല, നിങ്ങൾ അറിയണ്ട. നിങ്ങൾക്ക് ക്ഷമിച്ചേ പറ്റൂ. കാരണം നിങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം വ്യാപരിച്ചിരിക്കുന്നു. നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു. എനിക്ക് ക്ഷമിച്ചേ പറ്റൂ. മറ്റാരും ക്ഷമിച്ചില്ല, എനിക്കറിയണ്ട. സ്വത്രം ശക്തന്മാർ ക്ഷമിച്ചില്ല, എനിക്കറിയണ്ട. എനിക്കിന്ന് ക്ഷമിച്ചേ മതിയാകത്തുള്ളൂ. എൻ്റെ ഏത് തകരാറ് ഞാൻ ക്ഷമിക്കാൻ തയ്യാറ്. ആരെന്നോട് എന്ത് ചെയ്തതും ഞാൻ ഈ രാത്രിയിൽ ക്ഷമിക്കാൻ തയ്യാറ്. ഇന്ന് രാത്രിയിൽ ക്ഷമിക്കാൻ തയ്യാറാകൂ. നിങ്ങളുടെ മേൽ ഒരു വലിയ ശക്തി ദൈവം അയക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ക്രൂസിൽ കിടന്ന് യേശു ക്ഷമിച്ചത് കണ്ടോ? കർത്താവ് പറയാ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആർ യു റെഡി ടു റിപ്പീറ്റ് ഇറ്റ്? അത് നിങ്ങൾ സ്തോത്രം ആവർത്തിക്കാൻ തയ്യാറുണ്ടോ? കർത്താവ് നമുക്ക് വേണ്ടി സ്തോത്രം ഗോൽഗോഥ മലയിൽ ക്ഷമിക്കാൻ തയ്യാറായതുപോലെ ആർ യു റെഡി? ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? എല്ലാ കണ്ണുകൾ ദൈവസന്നിധിയിൽ മൂടട്ടെ. ദൈവകരങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഹൃദയത്തിന്റെ ഉൾഭാഗത്ത് എവിടെങ്കിലും കയ്പ് കിടപ്പുണ്ടെങ്കിൽ, ആരോടെങ്കിലും കയ്പ് കിടപ്പുണ്ടെങ്കിൽ, വല്ല കയ്പുള്ള വേര് മുളച്ച് ജഡത്തെ മലിനമാക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇത് മാറട്ടെ. ഏശാവിന് കയ്പുള്ള വേര് മുളച്ചിട്ട് പിന്നീട് മടങ്ങി വരാൻ അവൻ കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഇന്ന് രാത്രി ഞാൻ മാനസാന്തരത്തിനായി സമർപ്പിക്കുന്നു എന്ന് പറയാം. ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ പരിശുദ്ധാത്മ വായിക്കുന്നുണ്ട്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടാം. ദീർഘ ദിവസങ്ങൾ കൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ദൈവത്തിന് ദേശത്തിൽ ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. ദൈവം അതിനുവേണ്ടി ജനത്തെ നിയോഗിക്കുകയാണ്. ജനത്തിന്റെ അകത്തൊരു ശുദ്ധീകരണത്തിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവി പ്രാരംഭ രാത്രിയിൽ അയക്കുകയാണ്. ജനം ശുദ്ധീകരണത്തോടെ എഴുന്നേൽക്കുമ്പോൾ യഹോവ നമുക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങും. സ്തോത്രം. ശുദ്ധീകരണമില്ലാതെ ഹായി പട്ടണത്തിൽ പോയി പരാജയപ്പെട്ടതുപോലെ അല്ല, ശുദ്ധീകരണത്തോടെ ഇറങ്ങുന്ന ജനത്തിന് 31 രാജാക്കന്മാരെ കൊന്നുകൊണ്ട് കനാൻ തിരിച്ചു പിടിച്ചു കൊടുത്തു എങ്കിൽ ഈ ദേശത്ത് വ്യാപരിച്ചു നിൽക്കുന്ന അന്ധകാരങ്ങളുടെ ആണിക്കല്ലുകളെ പിഴുതെറിയുവാൻ ദൈവം ഇതിനകത്ത് ചിലരെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുന്ന ദിവസങ്ങളാണ്. കർത്താവ് നിന്നെ ദീർഘ ദിവസങ്ങൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. കർത്താവിനും നിന്നെ ആവശ്യമുണ്ട്. കർത്താവ് നിന്നെ ആവശ്യമുണ്ട്.